കൂട്ടർ സഹാബിനെയും നമുക്ക് വസീലയാക്കാം. നമ്മളെ ഉസ്താദുമാർ നമുക്ക് ദീനിന്റെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഉസ്താദുമാർ വസീലയാകാം. പക്ഷേ അള്ളാഹുവിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ എത്തിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ എത്തിക്കുക, നമ്മുടെ നേർച്ച എത്തിക്കുക, ആ അർത്ഥത്തിലുള്ള വസീലയല്ല. റസൂലിനെ വിളിച്ച് തേടുക, സഹാബത്തിനെ വിളിച്ച് തേടുക പറ്റുമോ? പറ്റൂല. എന്നാൽ നിങ്ങൾ പറയുന്ന വസീല അതാണ്. പ്രവാചകന്മാരെ വിളിച്ചു തേടണം, പ്രവാചകന്മാരോട് അള്ളാഹിനോട് പറയുന്നത് പോലെ സങ്കടങ്ങൾ പറയണം. അത് ശരിക്ക് ശിർക്കൻ വസീലയാണ്, ഇസ്ലാം പഠിപ്പിച്ച വസീലയല്ല. നിർബന്ധമായ വസീലയുണ്ട്, സുന്നത്തായ വസീലയുണ്ട്, അനുവദിച്ച വസീലയുണ്ട്, അനുവദിക്കാത്ത ഹറാമായ വസീലയുണ്ട്. നിങ്ങൾ ഹറാമായ വസീലയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്കറിയില്ലേ? ഒരു ഗുഹയിൽ പോയി 3 ആളുകൾ, ആ ഗുഹാമുഖത്ത് ഒരു പാറ വന്നടിഞ്ഞു. അവർക്ക് നീക്കാൻ കഴിയില്ല. അവർ പ്രാർത്ഥിച്ചു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ അമലുകൾ എടുത്തു പറഞ്ഞുകൊണ്ട്, പടച്ചവനെ, ഈ സൽക്കർമ്മം ഞാൻ നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ഇഖ്ലാസോടെ ചെയ്തതാണെങ്കിൽ ഈ ആപത്തിനെ രക്ഷപ്പെടുത്തണേ. അപ്പൊ കുറച്ച് നീങ്ങി. അടുത്ത ആളും പ്രാർത്ഥിച്ചതുപോലെ എടുത്തു പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറച്ച് നീങ്ങി. 3-ാമത്തെ ആളും പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നീങ്ങി. അവർ പുറത്തേക്ക് വന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതായിട്ട് സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പൊ സ്വന്തം അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അത് ഇസ്ലാം അനുവദിച്ച വസീലയാണ്. അതുപോലെ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ മുഅ്മിനീങ്ങൾക്ക് പരസ്പരം ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതും ഇസ്ലാം അനുവദിച്ച തവസ്സുലിന്റെ രൂപമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുപ്പം തേടാം. അത് അള്ളാഹു അനുവദിച്ചതാണ്. ഗഫൂറായ റബ്ബേ, തവ്വാബായ റബ്ബേ, റഹീമായ റബ്ബേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യൽ, ഇതിലൊന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എതിർപ്പില്ല. അനുവദിക്കപ്പെട്ട വസീലകൾ അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഹറാമായ വസീലകൾ, അബൂജഹലും കൂട്ടരും നടത്തുന്ന വസീലകൾ, അത് ഇസ്ലാം അനുവദിച്ചതല്ല. പിന്നെ ആദം നബിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ആദമിനെ അയച്ചു. മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണോ? ഒരിക്കലുമല്ല. ഖലീഫ എന്ന വാക്കിന് പ്രതിനിധി എന്ന അർത്ഥം പറയുന്നത് ദുരുദ്ദേശ ഗുണമാണ്. അള്ളാഹിന്റെ പ്രതിനിധിയാകുമ്പോ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ അവന് പകരം ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്നവൻ അതാണോ? അല്ലല്ലോ. യഖ്ലുഫു ബഅദുഹും ബഅദാ വൽ ഖലീഫത്തു മൻ യഖ്ലുഫു ഗൈറഹു വയനൂബു മനാബഹു എന്നാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം വരുന്നവൻ എന്ന അർത്ഥത്തിൽ വരാറുണ്ട്. പിൻഗാമിയായി വരുന്നവൻ എന്നും പറയാറുണ്ട്. ഇവിടെ അതാ അർത്ഥം. മലക്കുകളോടാണല്ലോ അള്ളാഹു ഇത് പറയുന്നത്, ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ. മലക്കുകൾ ആണും പെണ്ണുമില്ല. അതുപോലെ തന്നെ ആണും പെണ്ണും ബന്ധപ്പെട്ടിട്ട് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളായി, മക്കൾക്ക് മക്കളായി, അങ്ങനെ പെറ്റുപെരുകുന്ന ഒരവസ്ഥയുമില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ സിദ്ധിയല്ല ഞാൻ സൃഷ്ടിക്കാൻ പോണത്. ഒരു കൂട്ടർ മരിക്കുമ്പോഴേക്ക് വേറൊരു കൂട്ടർ രംഗത്ത് വരും. അങ്ങനെ തലമുറയിൽ നിന്ന് തലമുറകളായി വളർന്നു വരുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ പിൻഗാമികളായി, മുൻഗാമികൾക്ക് ശേഷം പിൻഗാമികൾ വരുന്ന ഒരു വർഗത്തെ ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ് ഖലീഫ എന്ന അർത്ഥം. യഖ്ലുഫു ഗൈറഹു വയനൂബു മനാജഹു എന്നാണ് അതിന് തഫ്സീറുകളൊക്കെ കൊടുത്ത അർത്ഥം. അള്ളാഹ്ക്ക് പകരം അള്ളാഹിന്റെ കാര്യങ്ങൾ നടത്താനുള്ള അള്ളാഹിന്റെ പ്രതിനിധി അതൊരിക്കലും ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് പ്രാതിനിധ്യം വഹിക്കാൻ നമുക്ക് കഴിയോ? അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കോ? ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രതിനിധി എന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇനി സുഹൃത്തുക്കളെ, ശൈഖ് മുരീദ് വ്യവസ്ഥ, അതിന് ഞാൻ അങ്ങേയറ്റം എതിർത്തിരുന്നു. അത് അനിസ്ലാമികമാണെന്ന് ഞാൻ സമർത്ഥിച്ചിരുന്നു. ശൈഖ് എന്ത് പറഞ്ഞാലും ഹറാമാണെങ്കിൽ പോലും സ്വീകരിക്കൽ അത് ഇസ്ലാമികമല്ല, ഖുർആനിനെതിരാണ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ റബ്ബിന് എതിർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സൃഷ്ടിയും അനുസരിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ഇയാൾ പറയുന്നത് എന്താ അറിയോ? അന്ധമായ ആളുകൾ അനുസരിക്കുന്ന പരിപാടി ഈ ദീനിലുണ്ട്. എന്താ തെളിവ്? സൂറത്തുൻ നിസായിൽ 59-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെയും അനുസരിക്കണം. ഉലുൽ അംറാണ് ഞങ്ങൾ പറയുന്ന ശൈഖന്മാര്. കണ്ടോ? പൊട്ട പോയത്തെന്നല്ല, എന്താ പറയാ, ഉലുൽ അംറ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പിന്നെ പണ്ഡിതന്മാരും ഫത്വ കൊടുക്കുന്നവരും മുഫ്തികളൊക്കെ ഉൾപ്പെടുന്നു പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, ആരായാലും എന്താ, അവരെ കണ്ണടച്ച് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം എന്നാണോ? തൊട്ടപ്പുറം കിട്ട് ഓതിയാൽ തന്നെ മനസ്സിലാവൂലേ? അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ അനുസരിക്കണം. എന്നിട്ടോ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, ഉലുൽ അംറുമായി വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ
എന്ത് വേണം അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഉലുൽ അംറിയത്ത്. അങ്ങനെയായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, ആ കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് വേണ്ടത്. ദാലിക ഖൈറും വഅഹ്സനു തഅ്വീലാ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും നല്ല പര്യവസാനമുള്ളതും. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ നിയോഗിച്ചു. അപ്പൊ ആ സംഘത്തിന്റെ നേതാവ് കുറെ എത്തിയപ്പോ ചുരുക്കി പറയാണ്, ഞാൻ നിങ്ങൾ എന്നെ അനുസരിക്കൽ നിങ്ങളെ ബാധ്യതയായിട്ട് റസൂല് പറഞ്ഞിട്ടില്ലേ? ഓ പറഞ്ഞു, നിന്നാ കുറച്ച് വിറക് ശേഖരിക്കുമെന്നു. വിറക് ശേഖരിച്ചു, വിറക് കൂട്ടി തീ കൊടുക്കാൻ പറഞ്ഞു. തീ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിതാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും ഈ തീയിൽ പ്രവേശിക്കണം, എടുത്തു ചാടണം. ഓ അമീർ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ വയ്യല്ലോ എന്നുള്ള നിലക്ക് ചില ചാടാൻ നിൽക്കുക. അപ്പൊ കൂട്ടത്തിലൊരു യുവാവ് പറഞ്ഞു, കൂട്ടരെ, ഇന്നമാ ഫറർതും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനന്നാർ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ റസൂലുള്ളാഹിന്റെ അടുത്ത് കോടി വന്നത്. അതുകൊണ്ട് റസൂലിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാതെ നിങ്ങൾ ഈ പണി ചെയ്യരുത്. അള്ളാന്റെ റസൂൽ നിങ്ങളോട് പറയാണ് എടുത്ത് ചാടിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കോളി. റസൂലിനോട് ചോദിക്കാതെ നിങ്ങൾ ഈ തീയിൽ പ്രവേശിക്കല്ല കേട്ടോ. അവര് തീ ചാടിയില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ എന്താ പറഞ്ഞറിയോ? ലൗ ദഖൽതുമുഹാ മാ ഖറജ്തും മിന്നാ അബദാ, ആ തീയിലെങ്ങാനും നിങ്ങൾ പ്രവേശിച്ചിരുന്നെങ്കിൽ നരകത്തീയിൽ നിന്ന് കാലാകാലങ്ങൾ പുറത്തു വരുമായിരുന്നില്ല. ഇന്നമ ത്വാഅത്തു ഫിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളിൽ മാത്രമേ അനുസരണമുള്ളൂ. ഇത്തരം ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യതയില്ല. ഇപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിയായ സംഭവമാണ്. അപ്പൊ കണ്ടോ, ഇതാണ് ഇസ്ലാമിന്റെ തത്വം. അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ച അമീറിനെ അനുസരിക്കണം. അമീറിനനുസരിച്ചാൽ അത് റസൂലിനനുസരിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ അമീർ പറഞ്ഞനുസരിക്കാൻ പാടില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, നീ ചെന്നിട്ട് എന്റെ വാപ്പാനെ കൊല്ലുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇസ്ലാമില്. എടോ, റസൂല് ചിലപ്പോ യുദ്ധത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും. അബൂബക്കർ സിദ്ദീഖും മകനും ബദർ കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അപ്പുറത്താ, ഖുറൈശികളെ കൂട്ടത്തിലാ. വാപ്പാ, പലപ്പോഴും എന്റെ വാളിന്റെ അടുത്ത് പാകത്തിന് നിങ്ങൾ വന്നിരുന്നു, ബാപ്പ അല്ലേ നിലയ്ക്ക് ഞാൻ വെട്ടാന്നാണ് കേട്ടോ. അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി, ഒരിക്കലെങ്കിലും എന്റെ വാളിന്റെ മുമ്പിൽ ഇതൊന്നും വന്നില്ലല്ലോ, ഞാൻ വെട്ടുമായിരുന്നു. അങ്ങനത്തെ ഘട്ടത്തിൽ വെട്ടേണ്ടി വരും. പക്ഷെ ഇതല്ല. ഷെയ്ഖ് കശ്ഫുള്ള ഷെയ്ഖ് പറയാണ്, എന്റെ ഉമ്മാന്റെ തല പോയി വെട്ട്. ചെന്ന് നോക്കുമ്പോ ഉമ്മ വേറൊരുത്തനായിട്ട് വ്യഭിചരിക്കായിരുന്നു. ഇതെന്തിനാ പറയുന്നത്? ഷെയ്ഖ് ഹറാമ്, കൊടിയ ഹറാമ് പറഞ്ഞാലും അതിലെന്തോ രഹസ്യമുണ്ടാകും എന്ന് മനസ്സിലാക്കിയത് ഷെയ്ഖിനെ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി ഈ കള്ളക്കഥ പറഞ്ഞിരുന്നു ഞാൻ. ആ കള്ളക്കഥക്ക് ബദല് പറയാ ബദലില്ല. അങ്ങനെയുണ്ട് ഇസ്ലാമില്. വെട്ടിക്കോ, യൂസുഫ് സുൽത്താൻ പറഞ്ഞിട്ട് വാപ്പാനെ വെട്ടാൻ പറഞ്ഞ വെട്ടിക്കടോ. പക്ഷേ ഈ സമുദായത്തിൽ അത് ഇസ്ലാമിന്റെ പേരിൽ നീ പ്രചരിപ്പിക്കരുത്, ഖുർആനിന്റെ പേരിൽ നീ അത് പ്രചരിപ്പിക്കരുത്.